ABVPയുടെ പ്രതിനിധി ആര്യലക്ഷ്മിയിലേക്കാണ്. ആര്യ, ഇപ്പോൾ ഈ ചർച്ചയിൽ ഉയർന്നു വന്ന ഒരു കാര്യമാണ് KT ജലീൽ പറഞ്ഞൊരു കാര്യം. KT ജലീൽ പറയുന്നുണ്ട്, ഇവിടെ ലഹരി മരുന്നുമായി പിടിക്കപ്പെടുന്നവരിൽ ഭൂരിഭാഗവും ഏതാണ്ട് ഒരു 99% ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെടുന്നതാണ്. മുസ്ലിം യുവാക്കളാണ് പിടിക്കപ്പെടുന്നത്. പക്ഷേ അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു ചെറിയ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞൊരു ഒരു വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ലഹരി കേസുകളിൽ ഉൾപ്പെട്ട പെൺകുട്ടികളുടെ എണ്ണം 37 പെൺകുട്ടികൾ ഈ ലഹരി മരുന്നുമായി പിടിക്കപ്പെടുന്ന ഈ പ്രത്യേക മതവിഭാഗത്തിൻ്റെ കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു ആധികാരികമായി പറയുന്നതല്ല, ഒരിടത്ത് വന്ന റിപ്പോർട്ടിനെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. പക്ഷേ നമ്മുടെ പത്രവാർത്തകൾ, അതുപോലെ ദൃശ്യമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. അന്യമതവിഭാഗങ്ങളിൽപ്പെട്ട ഹിന്ദു സമുദായത്തിൽ നിന്നും അതുപോലെ ക്രൈസ്തവ സമുദായത്തിൽ നിന്നുമുള്ള പെൺകുട്ടികൾ ഈ ലഹരി മാഫിയയുടെ കെണിയിൽ അങ്ങേയറ്റം അകപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പലരും വിദ്യാർത്ഥികളാണ് എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായൊരു സത്യം. അത്തരം കാര്യങ്ങൾ ആര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിലും കൂടി ഇന്ന് കേരളത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, മുൻപ് ലവ് ജിഹാദ് എന്നുള്ള ഇതുണ്ടായിരുന്ന അതേപോലെ തന്നെ നർക്കോട്ടിക് ജിഹാദ് എന്നുള്ള രീതിയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകൾ പെൺകുട്ടികളെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ ഇടയിലേക്ക് പ്രണയമോ അല്ലെങ്കിൽ സൗഹൃദമോ സ്ഥാപിച്ചുകൊണ്ട് പെൺകുട്ടികളെ ഇത്തരത്തിലുള്ള ലഹരിക്കടിമയാക്കുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് ക്യാമ്പസുകളിൽ നടന്നു വരുന്നതായിട്ടുള്ള പലപ്പോഴും വാർത്തകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. ശരി ആര്യ. പ്രിൻഡു മഹാദേവ്, ഇത് വലിയൊരു സാമൂഹ്യ വിപത്തിലേക്ക് കൂടി തള്ളിവിടുകയാണ്. ഇവിടുത്തെ നമുക്കറിയാം, ലവ് ജിഹാദിനെ കുറിച്ച് പറഞ്ഞാൽ കേസെടുക്കുന്ന കാലമാണ്. മറ്റേ നാർക്കോട്ടിക് ജിഹാദ് പറഞ്ഞപ്പോൾ ഒരു ബിഷപ്പിനെതിരെ എന്തെല്ലാം ആക്രോശങ്ങളാണ് ഇവിടെ വന്നത്. ഇപ്പോൾ രാംകുമാർ സാർ സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്. അതായത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണ സംവിധാനം ചില ശക്തികളാൽ നിയന്ത്രിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. ആ ശക്തികൾ ഏതാണെന്ന് നമുക്ക് വളരെ കൃത്യമായി അറിയാമല്ലോ. ഈ ലഹരി മാഫിയയും ഈ ജിഹാദി ഗ്രൂപ്പുകളുമായിട്ടുള്ള ബന്ധം, അത് ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ പാർട്ടിയിലേക്കുള്ളൊരു കടന്നുവരവ്, ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഈ ക്യാമ്പസുകളിലെ ഈ അരക്ഷിതാവസ്ഥ, ഈ അരാജകാവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ലേ? തീർച്ചയായും. കാരണം ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഇടപെടൽ, ലഹരി മാഫിയയുടെ ഇടപെടൽ, അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനകളുടെ കേരളത്തിലെ ഇടപെടലിൽ അതിനോട് സന്ധി ചെയ്യുന്ന ഇടതുപക്ഷത്തിൻ്റെ നയം, ഇത് പരസ്പരം പൂരകങ്ങളായിട്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വാക്ക് കേരളത്തിൽ പറയാൻ പാടില്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റിച്ച് അവരെ ബോധപൂർവ്വം ലഹരി മാഫിയയ്ക്ക് അടിമപ്പെടുന്ന ആളുകളെ കുറിച്ച്, നാർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറയാൻ പാടില്ല എന്നുള്ളൊരു ഫത്വ ഈ കേരളത്തിൽ ഒരു പറ്റം ആളുകൾ ഇങ്ങനെ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭാഗമായിക്കൊണ്ട് പറഞ്ഞു വെക്കുകയാണ്. ഒരു ഇരവാദം, ഇടതുപക്ഷം ഉയർത്തുന്ന ഇരവാദം പോലെ തന്നെ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ് അല്ലെങ്കിൽ നാർക്കോട്ടിക് ജിഹാദ് പറയാൻ പാടില്ല എന്നുള്ള ഒരു ഫത്വ പുറപ്പെടുവിക്കുന്നു. ബാല ബിഷപ്പ് പറഞ്ഞത് എന്താ? അത് തന്നെയാണ് ഇപ്പൊ KT ജലീൽ പറഞ്ഞത്. KT ജലീൽ പറഞ്ഞപ്പോൾ ഇവിടെ ആർക്കും പ്രശ്നമില്ല. പാലാ ബിഷപ്പ് പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. എന്ത് പറ്റി KT ജലീൽ എന്നറിയില്ല, ഇപ്പൊ ബോധോദയം ഉണ്ടായതാണെന്ന് അറിയില്ല. കല്ലറങ്ങാട് അച്ഛൻ പറഞ്ഞ അതേ കാര്യം തന്നെ മതപണ്ഡിതന്മാരുടെ ഒരു സമൂഹ നോമ്പുതുറ എല്ലാ മതവിഭാഗം. അതെ, സമസ്തയ്ക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ആ കാര്യം അദ്ദേഹം അത് ഉൾക്കൊണ്ടത് വളരെ പോസിറ്റീവായിട്ട്. കാരണം ജലീൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ ജലീലിന് കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം അന്ന് നോക്കണം, അന്ന് കല്ലറങ്ങാട് അച്ഛൻ്റെ മത തീവ്രവാദ സംഘടനകൾ, ഈ സമസ്തയടക്കമുള്ള മുഴുവൻ മുസ്ലിം മത സംഘടനകൾ ഒറ്റക്കെട്ടായി കൊണ്ടായിരുന്നു അദ്ദേഹത്തിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നയിച്ചത്. അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായി. അപ്പോഴെന്തായിരുന്നു? ഇപ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. ഇപ്പം നിങ്ങൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് പിടിക്കപ്പെടുന്ന കേസിനകത്ത് ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ചെറുപ്പക്കാരും ഒരു ഹിന്ദു മതവിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ പെൺകുട്ടികളുമാണ് ഉള്ളത്. പല ദുരൂഹ ആത്മഹത്യകളും കേരളത്തിൽ, പാലക്കാടായിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, എറണാകുളത്തായിക്കോട്ടെ, തിരുവനന്തപുരത്ത് പല ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ ദുരൂഹ ആത്മഹത്യകളുണ്ട്. ഇപ്പൊ ലഹരി മാഫിയുമായി ബന്ധപ്പെട്ട് ദുരൂഹ ആത്മഹത്യകൾ കൂടി പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഇടപെടൽ അതിന് കേരളത്തിൽ നമുക്കറിയാം. ഇനിയുള്ള ലോകരാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ കാണുന്നത് മനുഷ്യ മസ്തിഷ്കങ്ങളെ തകർക്കുക എന്നുള്ളതാണ്.
അതിന് ആഗോളതലത്തിലുള്ള ഒരു ശ്രമം കേരളത്തിലുണ്ട്. കേരളത്തിൽ അതിൽ വിജയിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അജണ്ട ആയിക്കോട്ടെ, ഇടതുപക്ഷത്തിന്റെ പറയുന്ന ഈ കൾച്ചറൽ മാർക്സിസത്തിന്റെ ഇടപെടലായിക്കോട്ടെ, അരാജകത്വവും പ്രതിസന്ധിയും സൃഷ്ടിക്കുന്നതിൽ അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെതിരെയുള്ള ഒരു ജനകീയ പ്രതിരോധം കേരളത്തിൽ ഉണ്ടാകും. കേരളത്തിലെ പൊതുസമൂഹം അതിൽ കാര്യാത്മകമായിട്ട് ഇടപെടും. ഇവിടുത്തെ സാംസ്കാരിക ദേശീയ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനകളുടെ ഇടപെടൽ പൊതുസമൂഹത്തിലുണ്ടാവും. അതുകൊണ്ട് കേരളത്തിന്റെ യുവാക്കളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തല്ല നടപടികളുമായിട്ടും BJP അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോവുക. അതിനെതിരെ ഏതൊക്കെ തരത്തിലുള്ള ഈ കായികപരമായിട്ടുള്ള പ്രതിരോധമാണെങ്കിൽ പോലും ഈ ലഹരി മാഫിയക്കെതിരെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട.